തന്ത്രപൂർവം കാര്യങ്ങൾ നീക്കിയാലേ ഇവൾ അവിടെ എത്തിക്കാൻ പറ്റൂ. എനിക്ക് എന്റെ പണം തരണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തു തരണം. ഇവളവിടെ എത്തിയാലേ കുഞ്ഞിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. ഇതെപ്പോ വന്നു? എല്ലാം കേട്ടെന്നോ തോന്നുന്നേ. നീ എന്ത് വർത്താനം ശാന്തി മാഡത്തിനോട് പറയുന്നത്? ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും വരുന്നില്ല, ഇനി കുടിക്കത്തുമില്ല. മാഡം പറയുന്നത് പോലെ എന്താണെന്ന് ചെന്ന് ചെയ്തോട്. എന്നിട്ട് എന്തിനാ കാശിന് അവിടെ ഒന്ന് വഴക്കുണ്ടാക്കാനാണോ? ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. ഒരു ബഹളവും ഇല്ല മാഡം. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാഡം ഏൽപ്പിച്ച പണിക്ക് ശാന്ത വന്നിരിക്കും. ഇല്ലെങ്കിൽ ഈ രാജേന്ദ്രൻ ശാന്തയെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കും, ഉറപ്പ്. അമ്മേ, ഒന്നിങ്ങ് വന്നേ. നിങ്ങളൊരു തീരുമാനത്തിലെത്ത്, ഞാൻ ദേ വരുന്നു. എടി, നീ എന്ത് വർത്താനായി പറയുന്നേ? എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാനല്ലേ? മഹാലക്ഷ്മിയാ ചോദിച്ചും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ പണം, അതിനെ പുറം കാലുകൊണ്ട് തട്ടിക്കളയരുത്. അത് ഞാൻ സമ്മതിക്കില്ല. മുട്ടിന് നല്ല വേദനയുണ്ട് ഡോക്ടർ. നോക്കാം. അമ്മേ, എന്താ പറ്റിയത്? എന്താ പറ്റിയത്? എന്താ മോളെ? കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയാ, അനക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. വരൂ, പറയാം. മോളെ, എന്താ ഡോക്ടർ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ശാരിക എഴുന്നേറ്റ് നടക്കണമെങ്കിൽ കാലൊരു സർജറി വേണം, അതും ഇമ്മീഡിയറ്റ് ആയിട്ട്. ആ, ചെയ്യാം ഡോക്ടർ. നിവൃത്തിയില്ലെങ്കിൽ പിന്നെ ചെയ്യാതെ പറ്റില്ലല്ലോ. അത് ചെയ്യണമെങ്കിൽ അതിനൊരല്പം പണച്ചെലവുണ്ട്. ചെലവുണ്ടെന്ന് പറയുമ്പോ എത്ര വരുമെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഒരു 2-2.5 ലക്ഷം രൂപയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ചെയ്യണം. അത് ചെയ്താലേ ശാരികയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. 2 ലക്ഷം രൂപയോ? ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. നിങ്ങള് ആലോചിക്കേ, എന്നിട്ട് എന്നോട് വിവരം പറഞ്ഞാ മതി. ശരി. $2 ലക്ഷം രൂപ അതെങ്ങനെ ഒപ്പിക്കീശ്വരാ? തന്ത്രപൂർവം കാര്യങ്ങൾ നീക്കിയാലേ ഇവൾ അവിടെ എത്തിക്കാൻ പറ്റൂ. എനിക്ക് എന്റെ പണം തരണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തു തരണം. ഇവളവിടെ എത്തിയാലേ കുഞ്ഞിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. കുഞ്ഞിനെ അവൾ അവിടെ നിന്ന് എടുത്തു തരണമെങ്കിൽ വ്യക്തമായ ഒരു കാരണവും വേണം. അതിനെന്താ ഒരു വഴി? അയ്യോ ശാന്തേ,
എടി ശാന്തേ, അയ്യോ ഏ എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ഒട്ടും വയ്യടി. വയറുവേന എടുത്തിട്ട് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. കുറച്ച് ഇഞ്ചി ഇടിച്ചു പിഞ്ഞു തരട്ടെ? ഇത് ഇഞ്ചിയിലൊന്നും നിൽക്കുന്നല്ല. ഏ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും മാറുന്ന അസുഖമല്ല ശാന്തേ. എന്നാ ഒരു കട്ടൻ ഇട്ട് തരട്ടെ? എന്നിട്ട് മാറിയില്ലെങ്കിലേ അയ്യോ. ഞാൻ മരുന്ന് എവിടെയെങ്കിലും പോയി വാങ്ങിക്കാം. എടി നിന്നേ, നിനക്കെന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തത്? എന്റെ കരള് പഞ്ചറായിരിക്കുവാ. ലിവർ സിറോസിസ്, ആളെ കൊല്ലുന്ന രോഗമാ. ഇവിടെയൊന്നും അതിന്റെ ചികിത്സ ഇല്ല. കോയമ്പത്തൂര് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരും. അയ്യോ, അതിനുള്ള പണോ പാങ്ങോ നിനക്കുണ്ടോ? ഇല്ല. രോഗം വന്നാ ചികിത്സിക്കണം, അല്ലാതെ പണത്തിന്റെ കാര്യം ചിന്തിച്ചോണ്ടിരുന്നാലേ രോഗം മാറൂ. അതിന് നമ്മുടെ കയ്യിൽ എവിടെ നിന്നാടി കാശ്? ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു കാര്യം നടക്കൂ. ഒരു വണ്ടിയോ സൈക്കിളോ എടുത്തിട്ട് ഏതെങ്കിലും ട്രാൻസ്പോർട്ട് ബസിന്റെ ഫ്രണ്ടിൽ ചെന്ന് കൊണ്ട് ഇടിച്ചം കേട്ടണം. അതോടെ ഒറ്റയടിക്ക് കാര്യങ്ങളങ്ങ് തീരും. അങ്ങനെ വന്നാ നീ രക്ഷപ്പെടുമല്ലോ. എന്റെ ദേഹത്ത് വണ്ടി കയറി എന്റെ കാശ് നിനക്കും കിട്ടുമല്ലോ. എന്തൊക്കെ വർത്താനാ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യോ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതിൽ നിന്ന് എന്ത് സന്തോഷം നിങ്ങക്ക് കിട്ടുന്നത്? ശാന്തേ, എല്ലാത്തിനും പണം വേണം. നിന്നോട് ശാലിനി മേഡം പറഞ്ഞില്ലേ? ശാലിനി മേഡം പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ പോയി നോക്കാൻ നിൽക്കുന്ന കാര്യം? എങ്കിൽ നമ്മുടെ പകുതി പ്രശ്നം തീരും. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൊട്ടക്കണക്കിന് കാശൊന്നും കൊച്ചിനെ നോക്കാൻ നിന്നാ തരില്ല. നാട്ടുനടപ്പനുസരിച്ചുള്ള ഒരു തുക, അത് പ്രതീക്ഷ മതി. അത് കൊച്ചിനെ നോക്കാൻ നിന്നാലല്ലേ? കൊച്ചിനെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്താലോ? ഏ മനസ്സിലായില്ല. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. കൊച്ചിനെ ആവശ്യമുള്ള പാർട്ടിക്ക് നമ്മൾ എടുത്ത് കൊടുക്കുന്നു. അവര് നമുക്ക് ആവശ്യമുള്ള കാശ് തരില്ലേ? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? അതായത് ശാന്തേ, ഈ പറഞ്ഞ കുഞ്ഞിന്റെ അച്ഛൻ അങ്ങ് വിദേശത്താ ജോലി നോക്കുന്നത്. അയാളുടെ അമ്മയും അമ്മാവനും നാട്ടിലുണ്ട്. ഇവർക്കിപ്പോ ഈ കുട്ടിയെ നമ്മൾ എടുത്തു കൊടുത്താൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചേരും. അതും വാങ്ങി നമുക്ക് സുഖമായിട്ട് കോയമ്പത്തൂര് പോയി എന്റെ ഈ അസുഖത്തിന് ചികിത്സിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു മനുഷ്യ? ഒരു കൈക്കുഞ്ഞിനെ വിറ്റിട്ട് വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം മാറ്റാൻ? അതിലും ഭേദേ നിങ്ങൾ മരിക്കുന്നതാ. ഓ ഓ ഓ ഓ ഓ ഓ അത് ശരി. അപ്പൊ ഞാൻ മരിക്കണോന്ന് തന്നെയാണ് നിന്റെ ഉദ്ദേശം. അപ്പൊ അതാണ് നിന്റെ മനസ്സില്. ഛേ, എന്നിട്ട് വേറൊരുത്തനെ വിവാഹം കഴിക്കാം.